നമസ്കാരം. അപ്പോൾ ഈ ഭാവി അറിയാൻ താല്പര്യമുള്ളവർ ഇങ്ങനൊരു ഐഡിയ ചെയ്യണം. അത് ചുമ്മാ ഒരമണിക്കൂർ ചുമ്മാ ഇരിക്കുക റൂമിൽ ഒറ്റയ്ക്കായിരിക്കാൻ നല്ലത്. മറ്റുള്ള ചിന്തകൾ, മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. കറക്റ്റ് നമ്മുടെ ഭാവി എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോണത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. മെഡിറ്റേഷനിൽ ഒരു അരമണിക്കൂർ ഇരിക്കുക. കൂടുതൽ നേരം ഇരിക്കുന്തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ദൈവത്തെ വിചാരിച്ചുകൊണ്ട്, ഏത് ദൈവത്തെയാണോ, മാതാവിനെ വിളിക്കണേ അല്ലെങ്കിൽ ദേവിമാരാണെങ്കിൽ അത്രയും നല്ലത്. സ്നേഹമുള്ള ദേവിമാരുടെ രൂപമുള്ള, പോസിറ്റീവായിട്ടുള്ള രൂപമായിരിക്കുന്ന രൂപം. അപ്പോൾ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നിൽ നമ്മൾ ദേവിയുടെ മുന്നിലിരിക്കുന്നതായിട്ട്, അമ്മയുടെ മുന്നിലിരിക്കുന്നതായിട്ട് വിചാരിക്കുക. നമ്മളെ സ്വന്തം അമ്മയുടെ മുമ്പിൽ ഇരിക്കുന്നു. നമ്മളുടെ ചിന്തകളെ വാച്ച് ചെയ്യുന്നു. അപ്പൊ ചിന്തകളിൽ കൂടെ വരുന്ന കാര്യങ്ങൾ ആരുടെയാണെന്നല്ല, അത് ഫിനാൻഷ്യലി നമ്മൾ ഹെൽത്ത് പരമായിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് പരമായിക്കോട്ടെ, അപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മള് ആൾക്കാരുടെ ഒരു ഇതിലല്ല സത്യത്തില്, അത് ആ ഒരു മാറ്ററിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലാണ് നമ്മളിലേക്ക് വരുന്നത്. മറ്റുള്ളവരുടെ ഒരു ഇതല്ല, നമ്മൾ തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാം. അപ്പോ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, വെൽത്ത്, അപ്പൊ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള എങ്ങനെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് നമ്മളിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞതിരുന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ മനസ്സിലാവും നമ്മളുടെ ഭാവി എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമുക്കും മറ്റുള്ളവർക്കും നമുക്കും എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നത്. പിന്നെ നമ്മളുടെ പ്രയത്നം, അപ്പൊ അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുക, നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക അതിന്റെ കൂടെ. അപ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എല്ലാം ബെറ്റർ ആയിട്ട് മാറും. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തകളിൽ വേറൊരു കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ബെറ്റർ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എല്ലാവരും, എല്ലാ രീതിയിലും. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടും എല്ലാം ബെറ്റർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.